സാർ നമസ്കാരം. നമസ്കാരം സാർ, ഇന്നത്തെ നമ്മുടെ ചോദ്യം, നമ്മൾ കിണർ, ഒരു വീടിന് കിണർ വളരെ ഇമ്പോർട്ടൻ്റ് ആയ ഏറ്റവും സ്ഥാനത്ത് കൃത്യമായിട്ട് വരണമെന്ന് സാർ എപ്പോഴും പറഞ്ഞൊരു കാര്യമാണ്. ഒരു കിണർ അസ്ഥാനത്തായി പോയാൽ എന്തെങ്കിലും ദോഷമുണ്ടോ? കിണർ അസ്ഥാനത്ത് വന്നാൽ സർവനാശം ഫലം, അതാണ് ഒറ്റ വാക്കാണ്. പല ആൾക്കാർക്കും അറിഞ്ഞൂടാത്തൊരു കാര്യമാണ്. ഒരു വീടിൻ്റെ ആകമാനം ആ സന്തുലനാവസ്ഥ ക്രമീകരിക്കുന്നത് ഐശ്വര്യമുള്ളൊരു കിണർ. ഐശ്വര്യമില്ലാത്ത കിണർ സ്ഥാനത്തായി അതിൻ്റേതായ ദോഷമുണ്ടാവും. അപ്പോൾ കിണറിന് നമ്മൾ സ്ഥാനങ്ങൾ പറയുമ്പോൾ ശരിക്കും പറഞ്ഞാൽ മകരം, കുംഭം, മീനം, മേടം രാശികളിലാണ് സാധാരണ നമ്മൾ കിണറെടുക്കാറുള്ളത്. ഇങ്ങനെ പറഞ്ഞാൽ ജനങ്ങൾക്ക് മനസ്സിലാവില്ല. എങ്കിലും വടക്കിൻ്റെ മദ്യം എടുത്ത് കിഴക്കോട്ട് വന്നിട്ട് കിഴക്കിൻ്റെ മദ്യം വരെയുള്ള സ്ഥലം, അതല്ലെങ്കിൽ കിഴക്കിൻ്റെ മദ്യം എടുത്ത് വടക്കോട്ട് മാറി വടക്കിൻ്റെ മദ്യം വരെ വരുന്ന സ്ഥലം, അതാണ് മകരം, കുംഭം, മീനം, മേടൻ രാശികൾ. അതിൽ മീനൻ രാശി, വടക്കിഴക്കേ മൂലഭാഗത്ത് മീനൻ രാശിയിലേക്ക് കിണർ വരുന്നത് സർവ്വ ഐശ്വര്യങ്ങളാണ്. രണ്ടാം സ്ഥാനം അല്ലെങ്കിൽ കുംഭൻ രാശിയിൽ വടക്ക് ഭാഗത്ത്. ഈ രണ്ട് ഭാഗത്ത് നമുക്ക് കിണറെടുക്കാൻ സാധിക്കുമെങ്കിൽ അതായിരിക്കും ഏറ്റവും നല്ലത്. സാമ്പത്തികപരമായിട്ട്, ആരോഗ്യപരമായിട്ട്, കുട്ടികളുടെ വളർച്ച, കുട്ടികളുടെ കല്യാണ കാര്യങ്ങൾ വളർച്ച, ഇങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ഒരു കിണറുമായിട്ട് ബന്ധപ്പെട്ടുണ്ട്. പല ആൾക്കാരും ചോദിച്ചിട്ടുണ്ട്, കിണർ എന്തെങ്കിലും അപാധം വന്നാൽ ഇങ്ങനെ കാര്യമുണ്ട്. അതുകൊണ്ടെന്ന് അവരനുഭവത്തിൽ നിന്ന് മനസ്സിലാക്കും. അപ്പോൾ അസ്ഥാനത്ത് ഒരു പക്ഷേ വടക്ക് പടിഞ്ഞാറ് ഭാഗത്തോ തെക്ക് കിഴക്ക് അഗ്നി കോണിലോ അല്ലെങ്കിൽ നിരതി കോണിലോ നമുക്കൊരു കിണർ വന്നു പോയി, എടുത്തു പോയി, പിന്നെ എന്താണ് അതിന് പരിഹാരം എന്ന് ചോദിച്ചാൽ ഒരു പരിഹാരം നമുക്കുണ്ട്. വീടും കിണറും ആയിട്ട് ഒരു മതിൽ കെട്ടി, ഒരു മന കെട്ടി വേർതിരിക്കണം. അതിന് എത്ര പൊക്കമാണെന്ന് വെച്ചാൽ മിനിമം 5 അടി പൊക്കം വേണം. മിനിമം 5 അടി പൊക്കത്തിൽ മതിൽ കെട്ടിയിട്ട് നമുക്ക് കിണറിന് പുറത്തേക്കാക്കണം. വീടിനോട്ട് ബന്ധമില്ലാത്ത രീതിക്കാണ്. എന്നിട്ട് ആ ഭാഗത്തേക്ക് കയറാൻ വേണ്ടി ഒരു 2 അടി വീതിയിൽ ചെറിയൊരു ഗേറ്റ് കൊടുക്കണം. ഗ്രില്ല് ഗേറ്റല്ല, അടഞ്ഞ ഷീറ്റ് ഗേറ്റ് കൊടുത്ത് എന്തെങ്കിലും ആ ഭാഗത്തേക്ക് കയറി പോണേ പമ്പ് സെറ്റ് വെച്ച് വെള്ളം എടുക്കാം. അങ്ങനെ നമുക്കൊരു ക്രമീകരണം നമുക്ക് ചെയ്യാം. അല്ലാതെ ഈ അസ്ഥാനത്ത് കിണർ വെച്ച് അതിനെ വെച്ച് പരിപാലിച്ച് പോയി എന്നും അസുഖങ്ങളായിരിക്കും, എന്നും പ്രശ്നങ്ങളായിരിക്കും. സമാധാനമില്ലാത്ത വീടാകുമെന്ന് അർത്ഥം. പലർക്കും അതൊരു ചോദ്യമാണ്, കിണർ സ്ഥലം മാറിപ്പോയാൽ ഒരു പ്രശ്നമുണ്ടോ? അതായത് വളരെ അനുഭവസ്ഥർ ഒരുപാട് പേരുള്ളത് കൊണ്ട് തന്നെ. ഒരു സ്ഥലം നമ്മൾ വാങ്ങുകയാണ്, അങ്ങനെ പറ്റിയ ഒരു കേസ് ഞാൻ പറയും. ഒരു സ്ഥലം വാങ്ങുകയാണ്. അപ്പോൾ ഇപ്പോഴും തന്നെ റിയൽ എസ്റ്റേറ്റ് വന്ന ശേഷം ഒരാൾ വാങ്ങി വേറെ ആളിന് കൊടുക്കുക, വേറെ ആൾ വാങ്ങി, ഇങ്ങനെ മറിഞ്ഞ് വരും. അപ്പോൾ ഏതെങ്കിലും 5-6 കൈമറിഞ്ഞായിരിക്കും പാവപ്പെട്ടൊരുത്തിൻ്റെ തലയിൽ പറയണത് 5 സെൻറ്റ്. ആ പാവം വില കൊടുത്ത് വാങ്ങിച്ചു. വാങ്ങിച്ച് ഒരു പ്ലാൻ വരച്ച് ഫൗണ്ടേഷൻ വേണ്ടി കുഴിയെടുത്ത് പോകുമ്പോഴാണ് സ്ലാബ് എടുത്ത് മുട്ടിയപ്പോഴാണ് എന്താ സംഭവം, കിണറിൻ്റെ പുറത്ത് സ്ലാബ് അടിച്ചിട്ടൊക്കെയാണ്. പുറത്ത് കച്ചവടം നടത്തിയാണ്. അപ്പോൾ ഒരു കിണറിനെ മൂടാൻ, ശരിയായിട്ട് പറഞ്ഞാൽ കിണറിനെ നമുക്ക് മണ്ണ് കൊണ്ട് മൂടി കറക്റ്റ് ചെയ്യാം. അത് ചെയ്യാതെ ലാഭിക്കാൻ വേണ്ടി സ്ലാബ് അടിച്ചിട്ടൊക്കെയാണ്. അപ്പോൾ ഈ ഫൗണ്ടേഷൻ കെട്ടി പോയപ്പോഴാണ് ഇവർ ഈ സ്ലാബ് കണ്ടത്. പിന്നെ സ്ലാബ് അടിച്ച് പൊട്ടിച്ച് നോക്കിയപ്പോൾ ഭയങ്കരമായ കിണറാണ്. ഒരു 10-40 അടി താഴ്ചയുള്ളൊരു കിണറാണ്. അത് എൻ്റെ മുമ്പ് വന്നിട്ടുള്ള കേസാണ്. അപ്പോൾ ഞാൻ ഒരു കാര്യം ചെയ്യും, അതങ്ങ് വിധിപ്രകാരം അങ്ങ് മൂട്, അല്ലാതെ വേറെ. കാരണം പണ്ട് കാലത്തെ വീടുണ്ടായിരിക്കണം, ആ കാലത്ത് വിധിപ്രകാരം ഉപയോഗിച്ചെന്ന കിണർ വെള്ളം ഉണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ അതിനൊരു പരിഹാരം പറഞ്ഞു കൊടുത്തു. നിങ്ങൾ എന്തായിരുന്നാലും നിങ്ങളുടെ കയ്യിൽ ഇങ്ങനെ അകപ്പെട്ടു. ഇനി വിധിപ്രകാരം ഒരു ദിവസം രാവിലെ വന്നിട്ട് ഒരു കപ്പ് പാൽ ഒഴിക്കുക, അതിന് കുറച്ച് കരിമ്പിൻ ചാറ് ഒഴിക്കുക കിണറ്റിനുള്ളിൽ തന്നെ. അത് കഴിഞ്ഞ് ഒരു നല്ല കുട്ട മണൽ ഇടുക. ആ കിണറ്റിലല്ല വേറെ എങ്കിലും ഒരു കുടം വെള്ളം ഒഴിക്കുക. ഒഴിച്ച ശേഷം സാധാരണ മണ്ണിട്ട് കുറേ മണ്ണുണ്ട്. അയാൾ പറഞ്ഞു ഇവിടെ മണ്ണ് കിട്ടാത്ത ഭാഗം ഇങ്ങനെ കഷ്ടപ്പെട്ട് എത്രയോ ലോഡ് മണ്ണ് കൊണ്ടുവന്ന് അപ്പോൾ ഞാൻ കംപ്ലീറ്റ് അങ്ങ് മൂടിയിട്ട് അങ്ങനെ ആണെയും പാടില്ല, കുറേ മൂടിയിട്ട് വെള്ളം അടിക്കണം. പക്ഷെ ഭാഗ്യത്തിന് അയാൾക്കന്ന് മഴയൊക്കെ ഉണ്ടായിരുന്നു. അങ്ങനെ അയാൾ ശരിക്കും പറഞ്ഞാൽ 1-2 മാസത്തോളം എടുത്താണ് ഇതെല്ലാം മൂടിയിട്ട് ശേഷമാണ് പിന്നെയാണ് അയാൾ
വീട് പണിയിട്ട് തുടങ്ങിയത്. ആ ഫാമിനെ പിന്നെ ബീം പോലെ ചെയ്തിട്ടേ പോവുള്ളൂ. അതെല്ലാം മൂടിക്കഴിഞ്ഞു. ഞാൻ പറയാം, അങ്ങനെ ഒരുപാട് ചതി പ്രയോഗം ഉണ്ടാകും. നമുക്ക് അറിയാൻ പറ്റില്ല ഈ വാങ്ങുന്ന ഭൂമിയിൽ എന്തൊക്കെയാണ്. അതുകൊണ്ടാണ് എപ്പോഴും തന്നെ നമ്മൾ വാങ്ങുന്ന ഭൂമിയിൽ കർശനമായിട്ടും ഭൂമി പൂജ ചെയ്തല്ലാതെ ഒരു കെട്ടിടപ്പണിക്ക് മുമ്പ് ചെയ്യരുത്. ഈ ഭൂമി പൂജ ചെയ്യാൻ നിസ്സാരമല്ല. ഇപ്പം ചില ആൾക്കാർ ആനയെ വാങ്ങിച്ച് എൻ്റെ തോട്ടി വാങ്ങുന്ന പറഞ്ഞ പോലെയാണ്. ഈ ലക്ഷങ്ങൾ കൊടുത്ത് സ്ഥലം വാങ്ങും, ഭൂമി പൂജ ചെയ്യില്ല. അത് ഭൂമി പൂജ ചെയ്തല്ലാതെ ഒരു കാര്യത്തിന് പോകരുത്. അത് കർശനമായിട്ട് നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യമാണ്. അപ്പോൾ ഞാൻ ഈ കിണറിൻ്റെ കാര്യം പറഞ്ഞിട്ട് അതാണ്. സാറിപ്പോൾ അതിനോട് ചേർന്നിട്ടൊരു ചോദ്യമാണ്. അതായത് നമ്മൾ ടോയ്ലറ്റുകൾ കെട്ടുമ്പോഴും പല കാര്യങ്ങളും ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട്. എന്തൊക്കെയാണ് നമുക്ക് ടോയ്ലറ്റ് കെട്ടുമ്പോൾ ശ്രദ്ധിക്കേണ്ടത്? ഈ ടോയ്ലറ്റ് നമ്മളൊരു വീടിൻ്റെ, അതൊരു ഒരു മനുഷ്യൻ്റെ നെഗറ്റീവ് എനർജി പുറന്തള്ളുന്ന ഭാഗമാണ് ടോയ്ലറ്റ്. അതാണ് എൻ്റെ സത്യം. അപ്പോൾ ടോയ്ലറ്റ് കിട്ടുമ്പോൾ ഒരുപാട് കാര്യങ്ങൾ ശ്രദ്ധിക്കണം. നമ്മളൊരു വീട്ടിൻ്റെ പൂജാമുറി ചെയ്യണമെന്ന് വെച്ചോളൂ. ഒരു പൂജാമുറിയാണ് പൂജാമുറിയുടെ ഒരു ചുവര് ടോയ്ലറ്റിൻ്റെ ചുവരോട്ട് ബന്ധപ്പെട്ട് വരരുത്. അത് ഒരു ചുവര് ബാത്റൂമായിട്ട് പൂജാമുറി വരരുത്, ഒരിക്കലും പാടില്ല. പല ആൾക്കാർക്ക് ചില ആൾക്കാരെ ഉണ്ട്, ഒരു താഴെ രണ്ട് ബെഡ്റൂമിനും ബാത്ത് അറ്റാച്ച്ഡ് ഉണ്ടാവും. പക്ഷേ ചിലപ്പം അതിനെ ഒരു പ്രധാനപ്പെട്ട ബെഡ്റൂമിന് ബാത്ത് അറ്റാച്ച്ഡായിട്ട് മറ്റേ റൂമിനൊരു കോമൺ ആയിട്ട് ഒഴിക്കും. കോമൺ ആണെന്ന് വെച്ചിരുന്നാൽ ഈ ഡോറ് തുറക്കുന്ന ഹാളിലേക്ക്, ഡ്രോയിങ് ഹാളിലേക്ക്, ഡൈനിങ് ഹാളിലേക്ക് ആയിരിക്കും. ഏറ്റവും വലിയ കുഴപ്പമാണ്. ഒരിക്കലും പാടില്ല. നമ്മുടെ അങ്ങനെ ചെയ്തുള്ള വീടുകളെല്ലാം തന്നെ വല്ലാത്ത പ്രശ്നങ്ങളാണ്. എന്നും നെഗറ്റീവ് കേട്ടുന്നാൽ തമ്മി വീടിനകത്തുള്ളവർക്ക് ഒരിക്കലും തന്നെ ഒരു സ്വരച്ചേർച്ചയായിരിക്കും. ഒരാൾ പറഞ്ഞ് വേറെ ഇഷ്ടപ്പെടാത്ത അവസ്ഥ വരും എപ്പോഴും. കാരണം ആ ടോയ്ലറ്റിൽ നിന്ന് ഡോറിൽ നിന്നുള്ള നെഗറ്റീവ് വന്നിരിക്കും. അവർ മനസ്സിലാക്കുന്നു ഡ്രെയിനേജ് സിസ്റ്റമുള്ള സ്ഥലം ഇവിടെ നിന്നെല്ലാമുള്ള കേസാണ് ഗ്യാസിട്ട് കയറുന്നത്. ഈ PVC ഡോർ വഴി നേരെ വമിച്ചുകൊണ്ടിരിക്കും. അതൊരിക്കലും ചെയ്യരുത്. നമുക്കിപ്പോഴും വീട്ടിനകത്ത് തന്നെ കോമണായിട്ടുള്ള അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു മറ വരണം. ഒരു ചോറ് കൊണ്ട് മറച്ച ശേഷം സൈഡിൽ കൂടെ കയറി പോകുന്നതിന് തടസ്സമില്ല. നേരെ ഒരു ഡൈനിങ് ഹാളിൽ നിന്നോ അല്ലെങ്കിൽ ഡ്രോയിങ് ഹാളിൽ നിന്നോ ഹാളിലേക്ക് നേരിട്ട് തുറന്നു കയറത്തക്കുള്ള സംവിധാനം ചെയ്യരുത്. എന്തെങ്കിലും ഒരു ചെവര് കെട്ടി മറച്ചിട്ട് അല്ലാതെ പോകണമെന്ന് തടസ്സമില്ല. അങ്ങനെ ഒരുപാട് വീടുകളിൽ ഇങ്ങനെ ഒരു അപാധ പറ്റിയിട്ടുണ്ട്. പിന്നെ ചില ചെറിയൊരു വീടൊക്കെ അങ്ങനെ ചെയ്യുകയാണെങ്കിൽ തന്നെയും ഒരു അടിയിൽ ഒരു റൂമിൽ ബാത്ത് അറ്റാച്ച് ഉണ്ടെങ്കിൽ ഏറ്റവും വേണ്ടപ്പെട്ടവരല്ലേ വരുള്ളൂ. അപ്പോൾ അവർക്ക് ആ മുറി തുറന്നു കൊടുക്കാമല്ലോ. അല്ലെങ്കിൽ എന്തായിരുന്നാലും ഒരു വീട് പണിയുമ്പോൾ പുറത്തേക്ക് ഒരു ടോയ്ലറ്റ് വരും. ടോയ്ലറ്റ് സ്വാഭാവികമായിട്ടും ചെയ്യും, അവിടെ പോകാമല്ലോ. ഇങ്ങനെയൊക്കെ ചെല്ലാതെ നേരിട്ട് ഡ്രോയിങ് ഹാളിലേക്ക് ഡൈനിങ് ഹാളിലേക്കും ഒരു ടോയ്ലറ്റിന് ഡോർ കൊടുക്കുന്നത് ആപത്താണത്. ഞാൻ നേരത്തെ പറഞ്ഞ കാര്യങ്ങളാണ്. വീട്ടിനകത്തൊരു സന്തുലനാവസ്ഥ കറക്റ്റ് ആവില്ല. പിന്നെ ഇതിൽ ചില ആൾക്കാർ ഞാൻ വിട്ടിട്ടുണ്ട്, ബ്രഹ്മസ്ഥാനം, വീടിൻ്റെ മധ്യഭാഗം, ഭൗമോർജ്ജം വമിക്കുന്ന ഭാഗം, അവിടെ അതിന് നേരെ അപ്പുറത്തായിരിക്കും ആ ഡോറ് നേരെ വന്നിരിക്കുന്നത്. അപ്പോൾ അതിന് പോസിറ്റീവ് എനർജി കിട്ടേണ്ട സ്ഥലവും നെഗറ്റീവ് എനർജി കിട്ടുന്നതെല്ലാം കൂടി ക്രാഷ് ആവും. അപ്പോൾ അതിന് ഒരിക്കലും തന്നെ ഇട കൊടുക്കരുത്. ഈ പ്ലാൻ വരയ്ക്കുമ്പോൾ തന്നെ ഒരുപാട് കാര്യങ്ങൾ ശ്രദ്ധിക്കുന്നത്. ഇപ്പോൾ പ്ലാൻ തന്നെ ഇപ്പോൾ എൻ്റെ എനിക്ക് ഒരുപാട് പ്ലാനിൻ്റെ കയ്യിൽ വരുന്നുണ്ട്. ഞാൻ പ്ലാൻ നോക്കുമ്പോൾ തന്നെ ജനറലായിട്ട് ഇങ്ങനെയുള്ള കാര്യങ്ങൾ നോക്കും. എന്നിട്ട് അത് അപ്പോൾ തന്നെ ഞാൻ തന്നെ വരച്ച് മാറ്റിക്കളയും. എങ്ങനെ കൊടുക്കുകയുള്ളൂ. അല്ലാതെ നമുക്ക് വെറുതെ ഒരു പ്ലാൻ വെറുതെ നോക്കി ടിക്കറ്റ് കൊടുത്തിട്ടില്ല. കണക്കുകൾ നോക്കുന്നതിന് ഉപരി ഇതുപോലുള്ള കാര്യങ്ങൾ നോക്കണം. പ്രാക്ടിക്കലായിട്ടുള്ള ചില കാര്യങ്ങൾ നോക്കണം. നോക്കിയാൽ മാത്രമേ നമുക്ക് അത് അറേഞ്ച് ചെയ്യാൻ പറ്റുള്ളൂ. അല്ലാതെ ചെയ്യുന്നത് ആപത്താണ് കേട്ടോ. നമ്മൾ ഡേ ടു ഡേ ലൈഫിൽ കണ്ടുകൊണ്ടിരിക്കുന്ന ഒരുപാട് കാര്യങ്ങൾ, ഇപ്പോൾ പ്രത്യേകിച്ച് എനിക്ക് തോന്നുന്നു കോമൺ ടോയ്ലറ്റ് എന്ന് പറയുന്നത് പൊതുവെ ഇപ്പം എല്ലാ വീടുകളിലും അവർ കെട്ടി. ഇപ്പം പക്ഷേ എനിക്ക് തോന്നുന്നു ഒരുപാട് പേര് മാറ്റി തുടങ്ങിയിട്ടുണ്ട്. ഇപ്പം അത് ചെയ്യില്ലല്ലോ. ഇപ്പം അത് കാര്യങ്ങൾ ഏറെക്കുറെ ആൾക്കാർക്ക് മനസ്സിലാക്കുന്നുണ്ട്. ഇടയ്ക്കൊരു കാലഘട്ടത്തിൽ പണിത് എല്ലാ പണ്ട് കാലത്ത് ചെയ്ത് വേറെ ഒന്നുമല്ല, ലെഫ്റ്റും റൈറ്റും 2 ബെഡ്റൂമായിരിക്കും. അപ്പോൾ നടുക്ക് ഒരു ടോയ്ലറ്റ് കോമൺ ആയിട്ട് കൊടുക്കും. അപ്പോൾ ആ 2 മുറിയിൽ നിന്ന് നമുക്ക് ഇറങ്ങുന്നവർക്കും ഈ ടോയ്ലറ്റ് കയറുക, പിന്നെ വീട്ടിനകത്തുള്ള എല്ലാവർക്കും കൂടെ ഈ ഒരൊറ്റ ടോയ്ലറ്റ്. അത് നേരെ ചിലപ്പോൾ കഷ്ടകാലത്തിന് ആഹാരം കഴിക്കുന്ന ഡൈനിങ് ഹാളോട് ബന്ധപ്പെട്ടായിരിക്കും നിൽക്കുന്നത്. അല്ലെങ്കിൽ അവരെ ഡ്രോയിങ് ഹാൾ ചിലപ്പോൾ പണ്ടത്തെ പ്ലാൻ ആണെങ്കിൽ ഡ്രോയിങ് ഹാളും ഡൈനിങ് ഹാളും നീളത്തിനും എടുക്കും. ഇതിനെ നടുക്ക് അതിന് കൊണ്ടുവന്ന്. അപ്പോൾ അതിൻ്റെ ദോഷം മനസ്സിലാക്കണം. ബ്രഹ്മസ്ഥാനം എന്നുണ്ട് അത് കൃത്യമായിട്ട് വരും. അതിലേക്ക് ക്ലാഷ് വരും. തെക്കിൻ്റെ ആ ഭാഗത്ത് അപ്പുറം 2 ബെഡ്റൂം കാണും. അതാണ് ആ വീട് പെട്ടെന്ന് വയസ്സാകുമെന്ന് പറയും. മനസ്സിലായില്ലേ?
വയസ്സാകുന്നതിന് അർത്ഥം മനസ്സിലായില്ല. കാലഹരണപ്പെടുന്ന ഒരു കാലഹരണപ്പെട്ട പോലെ ഈ ഒരൊറ്റ നിസാരമായ ഈ ഒരു കാര്യമാണ് ഏറ്റവും വലിയൊരു അപകടം ഉണ്ടാകുന്നത്. അതുകൊണ്ട് അത് സൂക്ഷിച്ച് ചെയ്താൽ കൊള്ളാം. അപ്പോൾ ഇതെല്ലാവരും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. കോമൺ ടോയ്ലറ്റ്സ് ഒട്ടും നല്ലതല്ല വീടിൻ്റെ ഉള്ളിൽ. അപ്പോൾ ഇതുപോലെയുള്ള ഒരുപാട് ഇൻഫർമേഷൻ ഇനിയും ഞങ്ങൾക്ക് തരാനുണ്ട്. മറ്റൊരു എപ്പിസോഡിൽ കാണുന്നത് വരെ നന്ദി, നമസ്കാരം.